സോ ഹലോ, നമ്മളിന്ന് ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ കുറച്ച് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ NCERT എക്സസൈസിലത്തെ ക്വസ്റ്റ്യൻസും ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തേതെന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ സ്പെരിക്കൽ മിറർ ഈസ് 20 സെന്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്? റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്. സ്പെരിക്കൽ മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണ്? റേഡിയസ് ഓഫ് കർവേച്ചർ 20 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫോക്കൽ ലെങ്ത് ആണ്, എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ് R is equal to 2F ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് R/2 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെന്റിമീറ്റർ. അപ്പൊ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് മിറർ. A convex mirror used for rear view on an automobile has a radius of curvature 3 meter. കോൺവെക്സ് മിറർ ആണ്. കോൺവെക്സ് മിറർ നമുക്കറിയാം ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പൊ അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഈ സൈഡിലാണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ R is equal to 3 meter. ഇനി ഇഫ് എ ബസ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് 5 meter ഫ്രം ദ മിറർ, ഒരു ബസ് എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് എത്ര സ്ഥലത്ത് അകലെയാണ്? 5 meter അകലെയാണ് മിററിൽ നിന്നും. ഒബ്ജക്റ്റ് എപ്പോഴും നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് പ്ലേസ് ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു 5 meter അകലെ നമ്മളുടെ ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും. സോ ദിസ് ഇസ് 5 meter. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 meter ആണ്. അത് നെഗറ്റീവ് ആയിരിക്കും, കാരണം എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് എടുക്കുന്നത്. അപ്പൊ 5 meter ആണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ പൊസിഷൻ, നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ആ ഇമേജ്, അത് എവിടെയായിരിക്കും എന്നുള്ളതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. ആറിൽ നിന്ന് നമുക്ക് എഫ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? തൊട്ട് മുൻപ് ചെയ്ത ക്വസ്റ്റ്യന്റെ സെയിം R/2 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ 3/2 ചെയ്തു, വിച്ച് ഇസ് ഈക്വൽ ടു 1.5 മീറ്റർ. അപ്പൊ നമുക്കിവിടെ എഫ് കിട്ടി, യു ഉണ്ട്. ഇനി വി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമുക്ക് ഓൾറെഡി മിറർ ഫോർമുല അറിയാം. ദാറ്റ് ഇസ് 1/f is equal to 1/v plus 1/u ആണ്. ഇതിൽ നിന്ന് നമുക്ക് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1/v is equal to 1/f minus 1/u. അതില് 1/f എന്ന് പറയുന്നത് ഓൾറെഡി 1.5 മീറ്റർ ആണ്. സോ 1 ഡിവൈഡഡ് ബൈ 1.5 മൈനസ് 1/-5. ഓൾറെഡി യു നെഗറ്റീവ് ആണ്, അപ്പൊ ഒരു മൈനസും കൂടെ വരും. അപ്പൊ 1 ഡിവൈഡഡ് ബൈ 1.5 പ്ലസ് 2 നെഗറ്റീവ് സെന്ററിൽ വന്നാൽ അത് പ്ലസ് ആയിട്ട് മാറും 1/5. ഇനി തന്നെ ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൺവീനിയന്റ് LCM ആണെങ്കിൽ ആ മെത്തേഡ് ചെയ്യാം. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 5 into 1 ഫസ്റ്റ് ചെയ്യുക, 5. അടുത്തത് 1.5 into 1 ചെയ്യുക, പ്ലസ് 1.5 ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 1.5 into 5 ആണ്. അപ്പോൾ 15 into 5 75 ആണ് നമുക്കറിയാം. ഇവിടെ ഒരു പോയിന്റും കൂടെ ഉള്ളതുകൊണ്ട് എന്ത് വന്നു? 7.5 എന്ന് വന്നു. ഇതെന്ന് പറയുന്നത് 1/v ആണ്. 1/v ആണ്. ഇനി എനിക്ക് v ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം 6.5 ഡിവൈഡഡ് ബൈ 7.5. ഇനി v എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. അപ്പൊ 7.5 ഡിവൈഡഡ് ബൈ 6.5 എന്ന് വരും. ഇതിനെ നമുക്ക് പെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ 1.15 മീറ്ററിന് വരും. ഓക്കെ, ഇനി അടുത്തത്, ഇനിയിപ്പോ നമ്മളുടെ അടുത്ത് എന്താ? ഇപ്പൊ പൊസിഷൻ ഓഫ് ദ ഇമേജ് കിട്ടി. 1.15 മീറ്റർ. എത്രയാണ്? 1.15 മീറ്റർ ആണ് ഇമേജ് നിൽക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇമേജ് ഏത് സൈഡിലായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക? ഈ സൈഡിലായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. കറക്റ്റ് അല്ലേ? കാരണം എന്താണ്? 1.15 പോസിറ്റീവ് ആണ്. ലെങ്ത് നമ്മൾ പോസിറ്റീവ് മെഷർ ചെയ്യുകയാണെങ്കിൽ ഈ സൈഡിലേക്കായിരിക്കും ആ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഇനി നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. എം ഇസ് ഈക്വൽ ടു നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ് h' ഡിവൈഡഡ് ബൈ h ഇസ് ഈക്വൽ ടു മൈനസ് v/u എന്നുള്ളത് അല്ലേ? അപ്പൊ ഇതിൽ നമുക്ക് വിയും യു ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. മൈനസ് 1.15 ഡിവൈഡഡ് ബൈ മൈനസ് 5 എന്ന് വരും. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് പോകും. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.23 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കോൺവെക്സ് മിറർ ആണ്. ഏത് സൈഡിലെ ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്? റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വാല്യൂ എന്ന് പറയുന്നത് 1നേക്കാളും, മാഗ്നിഫിക്കേഷൻ 1നേക്കാളും ലെസർ ആണ്. ഇപ്പൊ ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. കാരണം കോൺവെക്സ് മിററിന്റെ ഇമേജ് എപ്പോഴും വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്.
പിന്നെ ഇൻ അഡീഷൻ അതിന്റെ സൈസ് എന്ന് പറയുന്നത് സ്മോളർ ആയിരിക്കും. കാരണം മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 ചെറുതായതുകൊണ്ട് തന്നെ സൈസ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് സ്മോളർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് മിറർ whose radius of curvature is 32 cm. സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ 32 cm ഉണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ r/2 ആണ്. അപ്പൊ 32 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി, വിച്ച് ഇസ് ഈക്വൽ ടു 16 സെന്റിമീറ്റർ ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എയർ ടു ഗ്ലാസ്. അപ്പൊ രണ്ട് മീഡിയം ഉണ്ട്. ഇവിടെ നമ്മൾ എയർ കൊടുക്കാണ്, ഇവിടെ നമ്മൾ ഗ്ലാസ് കൊടുക്കാണ്. ലൈറ്റ് എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് എൻറ്റർ ചെയ്യാണ്. ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് തന്നിട്ടുള്ളത് 1.50. അപ്പൊ ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.50 ആണ്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഇൻ ദ ഗ്ലാസ്? ഗ്ലാസ്സിലുള്ള ലൈറ്റിന്റെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വി, ഇവിടെയുള്ള സ്പീഡാണ് ലൈറ്റിന്റെ സ്പീഡ് കണ്ടുപിടിക്കണം. ഇവിടെ എയർ ആയതുകൊണ്ട് വാക്വം, ഇവിടെ സ്പീഡിന്റെ ലൈറ്റിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 3 ഇൻറ്റു, ഇവിടെ ഇങ്ങനെയല്ല കേട്ടോ, ഇവിടെ 10⁸ ആണ്. അപ്പൊ ഇവിടുത്തെ സ്പീഡ് തന്നിട്ടുണ്ട് c, ദാറ്റ് ഈസ് 3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, വാക്വം എയറും നമ്മൾ ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനായിട്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n is equal to സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. n എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, c എന്ന് പറയുന്നത് വാക്വത്തില് അല്ലെങ്കിൽ എയറിലുള്ള ലൈറ്റിന്റെ സ്പീഡ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് മീഡിയം ആണ് തന്നിട്ടുള്ളത് ആ മീഡിയത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡാണ്. ഇവിടെ നമുക്ക് ബാക്കി എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട് അല്ലേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, n എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എത്രയാണ്? ഓക്കെ, n എന്ന് പറയാൻ തന്നിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദാറ്റ് ഈസ് 1.5 തന്നിട്ടുണ്ട്. ഇനി അടുത്തത് വെലോസിറ്റി ഓഫ് ലൈറ്റ് തന്നിട്ടുണ്ട് 3 ഇൻറ്റു 10⁸ ആണ് മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമ്മൾ v ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ v കണ്ടുപിടിക്കണമെങ്കിൽ vനെ ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ v അങ്ങോട്ട് കൊണ്ടുപോയപ്പോ n താഴേക്ക് വന്നു, c ഡിവൈഡഡ് ബൈ n ആയി. c എന്ന് പറയുന്നത് എത്രയാണ്? 3 ഇൻറ്റു 10⁸ ഡിവൈഡഡ് ബൈ 1.5. 1.5 ഇൻറ്റു 2 ആണ് 3 അല്ലേ. അപ്പോ 2 ഇൻറ്റു 10⁸ ആണ് നമ്മളുടെ വെലോസിറ്റി എന്ന് പറയുന്ന യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 cm tall object is placed perpendicular to the principal axis of a convex lens of focal length 10 cm. കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് ഒരു കൺവേർജിങ് ലെൻസ് ആണ് അല്ലെ. ഇങ്ങോട്ടേക്ക് കൺവേർജ് ചെയ്യുന്നത്, ഇങ്ങനെ വന്നിട്ട് ഇവിടെയുള്ള ഈ ഒരു പോയിന്റിലേക്കാണ് ലൈറ്റ് റേസ് ഒക്കെ കൺവേർജ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. ഈ ലെങ്ത് ആണ് അതിന്റെ ഫോക്കൽ ലെങ്ത്. അപ്പൊ ഈ സൈഡിലോട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ കൺവേർജിങ് ലെൻസ് ആയിട്ടുള്ള കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ ഫോക്കൽ ലെങ്ത് 10 cm തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന് എന്താ റീസൺ എന്ന് മനസ്സിലായല്ലോ. കോൺവെക്സ് ലെൻസ് കൺവേർജിങ് ലെൻസ് ആണ്. കൺവേർജ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫോക്കസിലാണ്. അപ്പൊ നമ്മൾ ഫോക്കൽ ലെങ്ത് എടുക്കുന്നത് ഈ സൈഡിലായിരിക്കും. അപ്പൊ അതിനെ പോസിറ്റീവ് ആയിട്ട് എടുത്തു, 10 cm എടുത്തു. പിന്നെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ടല്ലേ. അപ്പൊ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് നമ്മൾ h വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 2 cm ടോൾ ആണ് പറഞ്ഞിട്ടുണ്ട്. ഇനി ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്ട് ഫ്രം ദ ലെൻസ് ഇസ് 15 cm. ഒബ്ജക്ട് എപ്പോഴും ഈ സൈഡിലേക്കാണ് വെക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് വെക്കുക. അപ്പൊ ആ ഡിസ്റ്റൻസ് എങ്ങനെ പോയാലും നെഗറ്റീവ് ആയിരിക്കും. u is equal to -15 cm എന്ന് എഴുതി. ഇനി ഫൈൻഡ് ദ നേച്ചർ, പൊസിഷൻ ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ്. ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് മാഗ്നിഫിക്കേഷൻ. ഇമേജിന്റെ എല്ലാ പ്രോപ്പർട്ടീസും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷനും കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇത് ലെൻസ് ആണെന്ന് ഓർക്കണം. അപ്പൊ ലെൻസ് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. 1/f is equal to 1/v minus 1/u ആണ് എടുക്കണ്ടേ. അതിൽ നിന്ന് നമുക്ക് v കണ്ടുപിടിക്കണം. അപ്പൊ 1/v ഇവിടെ നിർത്തിയിട്ട് u അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പൊ 1/f plus 1/u എന്നാവും ഇക്വേഷൻ. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10 cm എന്ന് പറയുന്നത് 1/f, ഇവിടെ 10 cm അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. പ്ലസ് 1/u എന്ന് പറയുന്നത് u നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ ഒരു -15 വരും. -15 വന്നു. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 1/30 എന്നാണ് കിട്ടുന്നുണ്ടാവുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് LCM വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, ഇതിനെങ്ങനെ എഴുതുമ്പോൾ 1/10 - 1/15 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 15 - 10 ഡിവൈഡഡ് ബൈ 115 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 115 വരും. 5 × 3 ആണ് 15. അപ്പൊ
1/30 എന്നാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ വരിക. അപ്പോൾ ഇവിടെ 1/30 എന്ന് എഴുതി. ഇത് 1/v is equal to 1/30 ആണെങ്കിൽ v is equal to എന്താണ് റെസിപ്രോക്കൽ എടുക്കുക 30 സെന്റിമീറ്റർ. 30 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? വിയുടെ ഭാഗം കിട്ടി. അപ്പോൾ ഈ 30 സെന്റിമീറ്റർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഈ സൈഡിലേക്കായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക ഇമേജ് അല്ലേ. ഇനി അടുത്തത് നമുക്ക് എടുക്കുകയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മാഗ്നിഫിക്കേഷൻ എടുക്കുക. h dash ഡിവൈഡഡ് ബൈ h ഈക്വൽ ടു v ബൈ u ആണ്. മൈനസ് v ബൈ u അല്ല, ലെൻസ് ആയതുകൊണ്ട് v ബൈ u ആണ് വരിക. ഇതിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് വിയുടെയും യുവിന്റെയും വാല്യൂ ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ m is equal to എന്താ വരിക? 30 ഡിവൈഡഡ് ബൈ v ഡിവൈഡഡ് ബൈ u അല്ലേ, -15 വരും. വിച്ച് ഈസ് ഈക്വൽ ടു -2 ആണ്. നെഗറ്റീവ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് ആണ് മാഗ്നിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ലാർജർ ഇമേജ് ആയിരിക്കും അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവുക എന്തായാലും. പിന്നെ ഇമേജിന്റെ നേച്ചർ എന്ന് പറയുന്നത് റിയൽ ആൻഡ് ഇൻവേർട്ടഡും ആയിരിക്കും. ഇമേജ് റിയലും ഇൻവേർട്ടഡും ആയിരിക്കും. ഇനി ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഇമേജും കൂടെ കണ്ടുപിടിക്കാം. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് തന്നിട്ടുള്ളതുകൊണ്ട് ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ്? നമുക്കറിയാം ഈ h dash ബൈ h is equal to v by u എന്നുള്ള പാർട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലെ. h dash ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇമേജിന്റെ ഹൈറ്റ്. അപ്പൊ h dash is equal to v by u. ഈ h അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ h അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഇൻറ്റു h ആവും അല്ലെ. അതിൽ v എന്ന് പറയുന്നത് എന്താണ്? v എന്ന് പറയുന്നത് 30 ആണ്. അപ്പൊ 30 ഡിവൈഡഡ് ബൈ u എന്ന് പറയുന്നത് എത്രയാ? u -15 ആണ്. അപ്പൊ -15. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എത്ര ഇവിടെ കൊടുത്തിട്ടുണ്ട്? 2 സെന്റിമീറ്റർ. അതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം 2 സെന്റിമീറ്റർ. അപ്പൊ 15 ഇൻറ്റു 2 ആണ് ഓൾറെഡി 30 എന്ന് പറയുന്നത്. ഒരു നെഗറ്റീവും കൂടി ഉണ്ട്. അപ്പൊ -4 എന്നുള്ളതായിരിക്കും എന്ത്? ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ആ -4 നമുക്ക് മനസ്സിലാവും എന്താണ് ഇമേജ് ഇൻവേർട്ടഡ് ആണെന്നുള്ളത്. ഓക്കെ, പിന്നെ ഒബ്ജക്റ്റിന് കമ്പയർ ചെയ്യുമ്പോൾ ഇമേജിന്റെ ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ ലാർജർ സൈസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്ററേ ഉള്ളൂ. ഇമേജിന്റെ ഹൈറ്റ് ഇവിടെ എത്തിയപ്പോൾ 4 സെന്റിമീറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതൊന്ന് ഇൻഫർ ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് 5 സെന്റിമീറ്റർ ആണ് ലെങ്ത്തിൽ, ഈസ് ഹെൽഡ് 25 സെന്റിമീറ്റർ. ആ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് ഹൈറ്റിന് ഞാൻ h is equal to 5 സെന്റിമീറ്റർ എന്ന് കൊടുക്കുകയാണ്. ഇനി ഇറ്റ് ഈസ് ഹെൽഡ് 25 സെന്റിമീറ്റർ ഫ്രം എ കൺവേർജിംഗ് ലെൻസ്. കൺവേർജിംഗ് ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ കോൺവെക്സ് ലെൻസിൽ നിന്ന് 25 സെന്റിമീറ്റർ അവേ ഒബ്ജക്റ്റ് ഏത് ലെൻസിൽ നിന്ന് 25 സെന്റിമീറ്റർ അവേ വെച്ചാലും ഒബ്ജക്ട് ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആണ്, 25 സെന്റിമീറ്റർ. ഇനി കൺവേർജിംഗ് ലെൻസ് എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്? ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. കൺവേർജിംഗ് ലെൻസ് എന്ന് പറയുന്നത് ഏത് ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് കൺവേർജിംഗ് ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ ഫോക്കൽ ലെങ്ത് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ f is equal to എന്താണ്? +10 സെന്റിമീറ്റർ ആണ്. ഡ്രോ ദ റേ ഡയഗ്രാം ആൻഡ് ഫൈൻഡ് ദ പൊസിഷൻ, സൈസ് ആൻഡ് നേച്ചർ ഓഫ് ദ ഇമേജ്. റേ ഡയഗ്രാം നിങ്ങൾ തന്നെ വരച്ച് നോക്കുക. നമ്മളുടെ എല്ലാ സംഭവങ്ങളും കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെയാണെന്നൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ബാക്കി നമുക്ക് ചെയ്യാം. ഫൈൻഡ് ദ പൊസിഷൻ, സൈസ് ആൻഡ് നേച്ചർ ഓഫ് ദ ഇമേജ് ഫോംഡ്. ഓക്കെ, അപ്പൊ ഇമേജിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ലെൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? 1/f is equal to 1/v minus 1/u ആണ്. അപ്പൊ 1/v എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/f plus 1/u ആണ്. ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 1/10 plus 1/-25 എന്ന് വരും. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/10 minus 1/25. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു LCM മെത്തേഡ് എന്താണ് കൺവീനിയന്റ് അത് യൂസ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 ഡിവൈഡഡ് ബൈ 250 എന്ന് കിട്ടും. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 25 നെക്സ്റ്റ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. -10 ഡിവൈഡഡ് ബൈ 10 × 25 എന്ന് പറഞ്ഞാൽ 250. അപ്പോൾ 15/250 കിട്ടും. ഇത് 1/v ആണ്. ഇനി v എന്ന് പറഞ്ഞാൽ എന്താ വരിക? v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 ഡിവൈഡഡ് ബൈ 15 വരും. അതിനെ ചെറുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 16.66 സെന്റിമീറ്റർ നമുക്ക് കിട്ടാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് v എന്ന് പറയുന്ന ലെങ്ത് നമുക്ക് ഇതൊന്ന് കിട്ടി. ഇനി നമുക്ക് അറിയുന്ന ഒരു റിലേഷൻഷിപ്പാണ് h dash ഡിവൈഡഡ് ബൈ h is equal to v by u എന്ന് പറയുന്നത്. മാഗ്നിഫിക്കേഷൻ്റെ ഇതൊന്നും നമുക്ക് കിട്ടുന്നതാണ്. അതിൽ നിന്ന് h dash is equal to v by u into h ചെയ്യുക. v എത്രയാണ് തന്നിട്ടുള്ളത്? 16. നമ്മൾ കണ്ടുപിടിച്ചതാണ് 16.66. അല്ലെങ്കിൽ
v/u എന്നുള്ളതിന് നമുക്ക് ഓക്കെ, ഇത് 16.66, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. 16.66 യു എന്ന് പറയുന്നത് -25 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഹൈറ്റ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഈ ഡെസിമൽ വരുമ്പോൾ അതൊരു സുഖല്യായ്മ തോന്നുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഈ 250/15 എന്നുള്ളത് തന്നെ അവിടെ കൊണ്ട് കൊടുക്കാൻ പോവാണ് 16.6 പകരം. അപ്പൊ എന്താണ് 250/15, ഒരു -25 ഇവിടെ വരും, ഒരു 5 ഇവിടെ വരും. അപ്പൊ കുറച്ച് വെട്ടിച്ചെറുതാക്കാൻ നമുക്ക് കുറച്ച് കൺവീനിയന്റ് ആയിട്ട് തോന്നും. കാരണം 25 × 10 ആണിത് അല്ലെ, 5 × 3 ആണിത്. അപ്പൊ ഇവിടെ രണ്ട് എന്താ പറയാ, മൊത്തത്തിൽ വരുമ്പോ -10/3 എന്ന് വരും. ഓക്കെ, കാരണം ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു -3 ഉണ്ട്. മൈനസ് ഞാൻ മുകളിലേക്ക് എടുത്തു -10/3 എന്ന് വരും. അതിനെ എന്താ പറയാ, ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ -3.33 സെന്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടുക. -3.3 സെന്റിമീറ്ററിന് കിട്ടും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ആണ്, നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനേക്കാളും കുറവാണ്. അപ്പൊ സൈസ് ചെറുതായിരിക്കും അല്ലെ, സൈസ് സ്മോളർ ആയിരിക്കും. നെഗറ്റീവ് ആയതുകൊണ്ട് ഇൻവേർട്ടഡ് ഇമേജും ആയിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. ഇൻവേർട്ടഡ് ഇമേജ് ആണെങ്കിൽ അത് റിയൽ ഇമേജും കൂടെ ആയിരിക്കും. അതാണ് ഒരു നേച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എവിടെയാണ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ ആയിരിക്കും, 2f ആയിരിക്കും. ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ ആണ്. 20 സെന്റിമീറ്റർ എന്ന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബിയോണ്ട് സി ആണ്. സി എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്, അതിലും അകലെയാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ബിയോണ്ട് സിയിലാണ് എന്തിരിക്കുന്നത്? ബിയോണ്ട് സിയിലാണ് നമ്മളുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ബിയോണ്ട് സി പൊസിഷൻ വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യാന്നുള്ള ഐഡിയ നമ്മൾ ഓൾറെഡി ആ ടേബിളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഇമേജ് വരയ്ക്കുന്നത് നോക്കുക. എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ബിയോണ്ട് സിയുടെ ആ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ഇമേജ് വരച്ചു നോക്കാം. ഓക്കെ, ഇനി അടുത്തത് ആൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 സെന്റിമീറ്റർ. ഒരു ഒബ്ജക്ട് വെച്ചിട്ടുള്ളത് കോൺവെക്സ് മിറർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. കോൺവെക്സ് മിറർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഫോക്കൽ ലെങ്ത് വരുന്നത്? ഫോക്കൽ ലെങ്ത് കോൺവെക്സ് മിററിന്റെ പോസിറ്റീവ് ആണ്. ഇതാണ് കോൺവെക്സ് മിറർ വരുന്നത്. ഫോക്കൽ ലെങ്ത് ഈ സൈഡിലാണ് വരിക അല്ലെ. അപ്പൊ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എപ്പോഴും നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ u ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം? -10 സെന്റിമീറ്റർ എന്ന് എടുക്കാം. ഓക്കെ, ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താണ്? ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് നേച്ചർ ഓഫ് ദ ഇമേജ്. ഒരു അവിടെ ഫോം ചെയ്യുന്ന ഇമേജിന്റെ പൊസിഷനും നേച്ചറും. ഇത് നമ്മളുടെ മിറർ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. 1/f ഇസ് ഈക്വൽ ടു എന്താണ്? 1/v പ്ലസ് 1/u ആണ്. അപ്പൊ 1/v ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 1/f മൈനസ് 1/u കിട്ടി. അപ്പൊ 1/15 മൈനസ് 1/-10. നെഗറ്റീവ് രണ്ടെണ്ണം ഉള്ളിൽ വരുമ്പോ എന്ത് ചെയ്യണം? അത് രണ്ടും കൂടെ പ്ലസ് ആവും. അപ്പൊ 1/15 പ്ലസ് 1/10 ആവും. പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് 1/v ആണ്. അപ്പൊ ഞാൻ v കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 5 ഡിവൈഡഡ് ബൈ 30 എടുക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു, എവിടെയെങ്കിലും തെറ്റിയായിരുന്നു ഒന്ന് നോക്കട്ടെ, 10 പ്ലസ് 15 ഡിവൈഡഡ് ബൈ 150 വിച്ച് ഇസ് ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ 150 വിച്ച് ഇസ് ഈക്വൽ ടു, കട്ടയാണ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 25 ഇൻറ്റു എത്രയാണ് 150 വരുന്നത്? 25 ഇൻറ്റു 6 ആണ് 150 വരുന്നത്. അപ്പൊ 1/6. അപ്പൊ 1/v ഈസ് ഈക്വൽ ടു 1/6 എന്നാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ v എന്ന് പറഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. v ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. അപ്പൊ വിയുടെ വാല്യൂ എത്രയാണ്? 6 സെന്റിമീറ്ററിനാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. മാഗ്നിഫിക്കേഷൻ v ഈസ് ഈക്വൽ ടു -v/u ആണ്. അതില് വിയുടെ വാല്യൂ 6 ആണ്. അപ്പൊ -6/u എന്ന് പറഞ്ഞാൽ -10 ആണ്. -10 രണ്ട് നെഗറ്റീവ് വന്നുകൊണ്ട് നെഗറ്റീവ് ക്യാൻസൽ ആയിപ്പോയി. 6/10 ആണ്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ അർത്ഥം എന്താ? ഒരു ഡെസിമൽ പോയിന്റ് ഇടണം എന്നാണ്. 0.6 എന്നാണ് വാല്യൂ. മാഗ്നിഫിക്കേഷൻ 0.6 ആണ്. ലെസ്സർ ദാൻ 1 ആണ് അല്ലേ. അപ്പൊ ലെസ്സർ ദാൻ 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇമേജിന്റെ സൈസ് വളരെ സ്മോളർ ആണെന്നാണ് അർത്ഥം അല്ലേ. പിന്നെ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണെന്നാണ് അത് നമുക്ക് പറഞ്ഞു തരുന്ന അർത്ഥം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ഒബ്ജക്റ്റ്
5 സെന്റിമീറ്റർ ആണ് ലെങ്ത്തിൽ. ആൻ ഒബ്ജക്ട് 5 സെന്റിമീറ്റർ ഇൻ ലെങ്ത് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 20 സെന്റിമീറ്റർ. ഒബ്ജക്റ്റിന്റെ ലെങ്ത് 5 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒബ്ജക്റ്റ് എപ്പോഴും നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പൊ ഒബ്ജക്ട് ലെങ്ത് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുത്തു. ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഒരു മിസ്റ്റേക്ക് പറ്റിയേ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണ് ഈ 5 സെന്റിമീറ്റർ ഇൻ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഒബ്ജക്ട് ഹൈറ്റ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആയിട്ട് എടുത്തു. പിന്നെ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 20 സെന്റിമീറ്റർ. അപ്പൊ അതെന്താണ്? നെഗറ്റീവ് 20 സെന്റിമീറ്റർ. അത് എത്ര ദൂരത്തിലാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ 20 സെന്റിമീറ്ററും എത്ര ഹൈറ്റ് ആണ് ഒബ്ജക്റ്റിന്റെ എന്നുള്ളതാണ് 5 സെന്റിമീറ്ററും. അപ്പൊ ഹൈറ്റ് ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്ററും എത്ര ഡിസ്റ്റൻസിലാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് 20 സെന്റിമീറ്ററിൽ നമുക്ക് വെക്കാം. ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറർ ആണ്. കോൺവെക്സ് മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്. കോൺവെക്സ് ആയതുകൊണ്ട് ഏത് സൈഡിൽ വരുന്നുണ്ടാവും? ഈ സൈഡിൽ വരുന്നുണ്ടാവും. അപ്പൊ പോസിറ്റീവ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ 30 സെന്റിമീറ്റർ. അതിന് നമ്മൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ 30/2 വിച്ച് ഇസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇമേജിന്റെ സൈസും പൊസിഷനും ഒക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇമേജ് ലെങ്ത് മിറർ ആയതുകൊണ്ട് മിറർ ഫോർമുല യൂസ് ചെയ്യാം. അതിൽ നിന്ന് ഞാൻ 1/v ഇസ് ഈക്വൽ ടു 1/, ഏതാണ് നമ്മളുടെ ഫോർമുല? 1/f ഇസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u ആണ്. അപ്പോൾ 1/u അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ 1/f മൈനസ് 1/u എന്നാവും. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/f എന്ന് പറഞ്ഞാൽ 1/15 മൈനസ് 1/-20 എന്ന് വരും. രണ്ടും കൂടെ പ്ലസ് ആവും. അപ്പൊ 1/15 പ്ലസ് 1/20 എന്ന് വരും. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 20 പ്ലസ് 50 ഡിവൈഡഡ് ബൈ 300 എന്ന് വരും. അപ്പൊ 35 ഡിവൈഡഡ് ബൈ 300 എന്ന് വരും. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് v is equal to 8.57 സെന്റിമീറ്ററിന് കിട്ടും. ഇനി മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ -v/u ആണ്. അപ്പോൾ -8.57 ഡിവൈഡഡ് ബൈ u എത്രയാണ്? -20. നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 0.428 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഇനി ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ, ഇമേജിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ h' ഇസ് ഈക്വൽ ടു -v/u ഇൻറ്റു h. അത് ഏത് ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്? h'/h ഇസ് ഈക്വൽ ടു -v/u. മാഗ്നിഫിക്കേഷന്റെ ഫോർമുലയാണ്. അതൊന്ന് ഇത് മാത്രം കൺസിഡർ ചെയ്തിട്ട് h' കണ്ടുപിടിക്കണമെങ്കിൽ h അങ്ങോട്ട് ഇത്ര നേരം ചെയ്തത് തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യാം? -v/u എന്നുള്ളതിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 0.428 അല്ലേ? അപ്പൊ 0.428 ഇൻറ്റു ഹൈറ്റ് എത്രയാ വരുന്നത്? ഹൈറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ നമ്മൾ ഓൾറെഡി ഇവിടെ 5 സെന്റിമീറ്റർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇൻറ്റു 5 കൊടുക്കുക. അപ്പൊ ആൻസർ നമുക്ക് കിട്ടാൻ പോകുന്നത് 2.14 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് കുറവാണല്ലേ? പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് കുറവാണ്, പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. സ്മോളർ ഇൻ സൈസും ആയിരിക്കും കോൺവെക്സ് മിററിന്റെ കേസിൽ. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പവറിന്റെ പാർട്ടിൽ നിന്നാണ്. ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ഓഫ് പവർ -2.0. അപ്പൊ പവർ തന്നിട്ടുണ്ട്. പവർ ഓഫ് ദ ലെൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം 1/f ആണ്. അത് എഫ് നമ്മൾ മീറ്ററിലുമാണ് എടുക്കുന്നത്. ഇവിടെ പവർ എത്രയാണ് തന്നിട്ടുള്ളത്? -2 ഡയോപ്റ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ 1/1 ഡിവൈഡ് ചെയ്യും. അപ്പൊ പി ഇസ് ഈക്വൽ ടു 1/f ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു 1/p ആണല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 1/-2 ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് -0.5 മീറ്റർ ആയിരിക്കും. മീറ്റർ ആണെന്ന് എനിക്ക് എങ്ങനെയാ മനസ്സിലായേ? പവർ കണ്ടുപിടിക്കുമ്പോൾ ഡയോപ്റ്ററിലാണ് നമുക്ക് പവർ തന്നിട്ടുള്ളതെങ്കിൽ ഫോക്കൽ ലെങ്ത് മീറ്ററിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഇനി ഇവിടെ നെഗറ്റീവ് ആണ് ഫോക്കൽ ലെങ്ത് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കോൺകേവ് ലെൻസ് ആയിരിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ പവർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ എന്തായിരിക്കും? കോൺകേവ് ലെൻസ് ആയിരിക്കും. ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണെങ്കിൽ കോൺകേവ് ലെൻസ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഡൈവേർജിങ് ലെൻസ് ആണ് കോൺകേവ് ലെൻസ്. അപ്പോൾ ഓൾറെഡി കോൺകേവ് ലെൻസിന്റെ ആ ഒരു ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്നും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ആ റേസ് ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാന്ന് നമ്മൾ അതിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നെഗറ്റീവ്. കോൺവെക്സിന്റെ കേസിലാണെങ്കിൽ എപ്പോഴും ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. കൺവേർജിങ് ആയതുകൊണ്ട് അത് എപ്പോഴും ഈ സൈഡിലേക്കായിരിക്കും കൺവേർജ് ചെയ്ത് വരുന്നുണ്ടാവുക. അപ്പൊ ഈ ഫോക്കൽ ലെങ്ത് ആണ് നമ്മൾ എടുക്കുക. പക്ഷെ കോൺകേവിന്റെ ഇവിടെ നിന്നാണ്
അത് ഡൈവേർജ് ചെയ്ത് പോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഈ ഫോക്കൽ ലെങ്ത് ആയിരിക്കും എടുക്കുന്നുണ്ടാവും. അപ്പൊ കോൺകേവിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ലെൻസ് ആണ്. കോൺവെക്സിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നെഗറ്റീവ് ഫോക്കൽ ലെങ്ത് മീൻസ് എന്താണ് അത് അതിന്റെ അർത്ഥം? അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ലെൻസ് കോൺകേവ് ലെൻസ് ആണെന്നാണ് അർത്ഥം. അപ്പൊ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ ബാക്കിയുണ്ട്. ഒരു മെജോറിറ്റി ആൻസർ ചെയ്തു, പക്ഷെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇടയിൽ വിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ ചെയ്തിട്ടുള്ളതിൽ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ലോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്.